യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ ഒരു കൊല്ലത്തോളമായി ഏലറുകയുടെ അത്ഭുത ജപമാല കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ രണ്ടാമത്തെ മകന് 4 സ്ഥലത്തേക്ക് വിസയ്ക്ക് വെച്ചിട്ട് 4 സ്ഥലത്തും പൈസ തിരിച്ച് ഒരു പ്രാവശ്യം വെച്ചത് കിട്ടി. 4 സ്ഥലത്തേക്ക് അവന് വിസ കിട്ടിയില്ല. അവൻ ഒരു പള്ളിയിൽ പോയി ഒരു വിശ്വാസമുള്ള മകനായിരുന്നു. പിന്നെ അവന് അങ്ങനെ വിശ്വാസത്തിൽ ഇത് കുറഞ്ഞു തുടങ്ങി. പിന്നെ എനിക്കും വിഷമമായി. ദൈവമേ ഈശോയെ ഒരു വിസ അവന് നൽകി അവന് ഒന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു ടോക്കിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു, കൈമ പച്ച കുത്തിയ ഒരു മകൻ കുമ്പസാരത്തിൽ അത് ഏറ്റു പറഞ്ഞാൽ അവന് വിസ ശരിയാകുമെന്ന് പറഞ്ഞു. ഞാനത് കേട്ട് കഴിഞ്ഞപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, മോനെ നീ ഇങ്ങനെ ചെയ്യും. അച്ഛൻ ഇങ്ങനെ ഒരു ടോക്ക് പറഞ്ഞു. അവൻ്റെ കൈമ പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു. അവനോട് ഞാൻ പറയും ഒരു മാലാഖേനെ കുത്തിയിരുന്നു. അപ്പോൾ അവനോട് പറയുമ്പോൾ അവൻ എന്നോട് പറയും മാലാഖയല്ല അമ്മിച്ചി കുഴപ്പമില്ലാന്ന് പറയും. പക്ഷെ എനിക്കതിൻ്റെ ഇത് അറിയണമെന്ന് അവനോട് പറയുമ്പോൾ അത് അനുസരിക്കില്ലായിരുന്നു. പക്ഷെ ഇത് പറഞ്ഞപ്പോൾ അവനത് വിശ്വാസമായി. അവൻ അപ്പം തന്നെ പോയി കുമ്പസാരത്തിൽ പറഞ്ഞു. പിറ്റത്തെ ആഴ്ച തന്നെ അവന് ജർമ്മനിക്ക് വിസ വന്ന്, വിചാരിക്കാത്ത സ്ഥലത്ത് വിസ വന്ന് അവനെ ഈശോ പറഞ്ഞ ആളുകൾ വിശ്വസിക്കില്ല. ഇത് പറഞ്ഞ ആളുകൾക്ക് അങ്ങോട്ട് വിശ്വാസമാവില്ലേ പച്ചകുത്തല്. അപ്പോൾ മാലാഖേനെയല്ലേ ഈശോയല്ലേ അല്ലെങ്കിൽ മാതാവിനെയല്ലേ പച്ചകുത്തിക്കണേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കണ്ടില്ല, അത് തടസ്സമായി നിൽക്കും. ഇത് കുമ്പസാരത്തിലും പറഞ്ഞിട്ടില്ല. അതാണ് എടുത്തു പറയുകയാണ്, പച്ചകുത്തി ആളോട് കുമ്പസാരിക്കുക. അപ്പോൾ അതിൻ്റെ വിസാതടസ്സം മാറും. വിസാതടസ്സം മാറി. പിന്നെ ഞാനിവിടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ട് അവൻ്റെ മുഖം വീർത്തിരുന്നിരുന്നു. പല്ലുവേദനയായിരുന്നു വന്നപ്പോൾ തന്നെ എനിക്ക്. അപ്പോൾ അച്ഛൻ ചൊവ്വാഴ്ച വിളിച്ച് പറഞ്ഞു പല്ലുവേദനയുള്ള മക്കളെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ നീരിന് ഞാൻ ഗുളിക കഴിച്ചിരുന്നു. പക്ഷേ വേദനയ്ക്ക് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഭക്ഷണം കഴിച്ചാലൊന്നും ഒരു കുഴപ്പമില്ല. ഇത്ര നല്ല അനുഗ്രഹം ഈശോയ്ക്ക് നന്ദി പറയുന്നു.